കർഷകരെ ദുരിതത്തിലാക്കി ഇടുക്കി ജില്ലയിൽ ഏലത്തിന് തട്ടമറിച്ചിലും അഴുകലും വ്യാപകം. പ്രതികൂല കാലാവസ്ഥയിൽ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് വ്യാപകമായി ഏലകൃഷി അഴുകി നശിച്ചു. ഉൽപാദനം ഗണ്യമായി കുറഞ്ഞതോടെ കടക്കെണിയിലായിരിക്കുകയാണ് ജില്ലയിലെ ഏലം കർഷകർ. രാജകുമാരി, രാജക്കാട്, ശാന്തമ്പാറ, പാമ്പാടുംപാറ, ഉടുമ്പൻചോല, വണ്ടമ്മേട്, കുമളി തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് തട്ടമറിച്ചിലും അഴുകലും വ്യാപകമായിരിക്കുന്നത്. ചെറുകിട വൻകിട തോട്ടങ്ങളിലും 15% മുതൽ 30% വരെ ഉൽപാദനം വ്യാപകമായി കുറയുമെന്നാണ് കാർഷിക വിദഗ്ധരുടെ വിലയിരുത്തൽ. കഴിഞ്ഞ വർഷം മഴക്കുറവ് കൊണ്ട് ചെടികൾ ഉണങ്ങി ഉൽപാദനം കുറഞ്ഞുവെങ്കിൽ ഈ വർഷം തുടർച്ചയായി പെയ്ത കനത്ത മഴയെ തുടർന്ന് ചെടികൾ ചീഞ്ഞു നശിച്ചു. മെയ് പകുതി മുതൽ ജൂൺ 30 വരെ ജില്ലയിൽ ഇടതടവില്ലാതെ പെയ്ത മഴ ഏലം കർഷകന്റെ പ്രതീക്ഷകളെയാണ് തകിടം മറിച്ചത്. ഒരു 30% ഏലക്കായുടെ കുറവ് വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം. ഇനി ഇങ്ങനെ തുടർച്ചയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇത് മൊത്തം അഴുകി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. മരുന്ന് ഒഴിച്ചിട്ട് നമുക്ക് വില വെച്ചിട്ട് നോക്കുമ്പോൾ 1-2 പ്രാവശ്യമൊക്കെ ഒഴിക്കുമ്പോഴത്തേനും ഭയങ്കര കോസ്റ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ തുടർച്ചയായിട്ട് മഴ വന്നാൽ ഇനി വീണ്ടും ഇത് തന്നെയായിരിക്കും അവസ്ഥ. കർഷകർക്ക് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഏലം കൃഷിയെ മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകാൻ വളരെ പ്രയാസമുള്ളൊരു കാര്യമായിരിക്കും. കാരണം ഇന്നത്തെ ഈ വിലയും പണിക്കൂലിയും തുരിശിൻ്റെ എല്ലാം വില സാധാരണമായ കർഷകർക്ക് താങ്ങാൻ സാധിക്കില്ല. മെച്ചപ്പെട്ട വില ഏലത്തിന് ഇപ്പോൾ ലഭിക്കുന്നുണ്ടെങ്കിലും സീസൺ ആരംഭിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. കർക്കിടകത്തിൽ വരാനിരിക്കുന്ന മഴയോർത്ത് കർഷകർ ഭീതിയിലാണ്. ജൂണിലെ കനത്ത മഴയിലും കാറ്റിലും ഹെക്ടർ കണക്കിന് ഏലം കൃഷി ഒടിഞ്ഞു നശിച്ചിരുന്നു. വലിയൊരു ഭാഗം വിളവും ഇതോടെ കർഷകർക്ക് നഷ്ടപ്പെട്ടിരുന്നു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.